ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ എണീച്ചോളൂ. നമുക്കേതായാലും ഇന്ന് കുറച്ച് നേരം ഇരുന്ന് ടി വി കാണാം കേട്ടോ ഗൈസ്. ടി വിയിൽ എന്തെങ്കിലും ന്യൂസോ അല്ലെങ്കിൽ വല്ല സിനിമ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. ആദ്യം ടി വി വെച്ച് നോക്കട്ടെ, എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, ടി വി കണ്ടത് മതി. ഞാനേതായാലും നമ്മുടെ ഗോഡ്സില സിനിമയൊക്കെ ആയിരുന്നു കണ്ടേ. അപ്പം നമുക്കേതായാലും ഇനി ടി വി കണ്ടത് നിർത്തിയിട്ട് നമുക്ക് പുതിയ വണ്ടി എടുത്തുകൊണ്ട് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോകാം. അപ്പോൾ ഇതാട്ടോ ഗൈസ്, ഞാൻ പുതിയതായിട്ട് എടുത്ത മെക്ലാരിയൻ. നല്ല പച്ച കളറൊക്കെ ഇടില വണ്ടിയാണ്. ഈ വണ്ടിക്ക് അത്യാവശ്യം സ്പീഡും ഉണ്ട് കേട്ടോ ഗൈസ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കേതായാലും വണ്ടി എടുത്തങ്ങ് പോവാം. ഈ വണ്ടിക്ക് പിന്നെ നല്ല പവറും സ്പീഡും എല്ലാം ഉണ്ട്. ഇത് പിന്നെ സൂപ്പർ കാറാണല്ലോ ഗൈസ്. അപ്പോൾ പവർ സ്പീഡൊക്കെ ഉണ്ടാവും. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് എങ്ങോട്ടേലും പോവാം. നമുക്ക് പിന്നെ ഇതിൽ കൂടെ ഒത്തിരി സ്പീഡിലൊന്നും ഓടിക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടുമ്പോൾ തന്നെ ഇവിടെ പോലീസുകാർ വന്നോളും. അത് കാരണം നമുക്കിപ്പോൾ ഒത്തിരി സ്പീഡിലൊന്നും ഓടിക്കണ്ട കേട്ടോ ഗൈസ്. നമുക്ക് പിന്നെ എപ്പോഴേലും സ്പീഡൊക്കെ നോക്കാം. നമുക്കേതായാലും നമ്മുടെ സിറ്റിയുടെ സെൻറ്ററിലോട്ട് കേട്ടോ ഗൈസ്. ഇന്ന് പിന്നെ ആൾക്കാരൊക്കെ കുറവാണ് നമ്മുടെ സിറ്റിയിൽ. അല്ലെങ്കിൽ കുറേ വണ്ടികളൊക്കെ ഉണ്ടാവും. ഇന്ന് പിന്നെ വലിയതായിട്ട് കുറേ വണ്ടികളൊന്നും കാണാനില്ല. നിങ്ങൾക്ക് പിന്നെ അറിയാലോ ഗൈസ്, നമ്മുടെ സിറ്റിയിൽ ഇഷ്ടംപോലെ ഡിഫൻഡറൊക്കെ ഉണ്ട്. ഇതുണ്ടില്ലേ, ഇവിടെ എല്ലാ പാവപ്പെട്ടമാരുടെ കയ്യിലും ഒരു ഡിഫൻഡറാണുള്ളത് ഗൈസ്. ഞാനെന്താ സൗണ്ട് കേട്ടു കേട്ടോ, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എവിടെ കേട്ടിട്ടുള്ള പോലത്തെ ഒരു സൗണ്ട്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ ഗൈസ്. പക്ഷേ ഗൈസ് എനിക്ക് തോന്നണ ഇതാ ഗോഡ്സിലയുടെ സൗണ്ടാണ്. അവൻ പിന്നെ വന്നു കേട്ടോ ഗൈസ്. ആദ്യമൊന്ന് വന്നിട്ട് ഞാൻ കൊന്നളഞ്ഞായിരുന്നു. ഇപ്പോൾ അവൻ്റെ ചേട്ടന്മാരൊക്കെ ആയിരിക്കും വന്നേക്കണേ ഗൈസ്. നമുക്കേതായാലും ഇനി സമയം കളയണ്ട, നമുക്ക് വേഗം പോയി എന്തെങ്കിലും വെപ്പൺസൊക്കെ മേടിക്കാം കേട്ടോ ഗൈസ്. ഗൈസ് ഒരു മിനിറ്റ്, ഇതേ അവിടെ ഗോഡ്സിലുണ്ട് ഗൈസ്. ഇതേ ആ ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ പോണു ഗൈസ്. അതേതായാലും നമ്മളിപ്പോൾ കണ്ടല്ല, നമുക്കത് നമ്മളെ കാണുന്നതിന് മുമ്പ് വേഗം എന്തെങ്കിലും വെപ്പൺസൊക്കെ മേടിച്ചിട്ട് അതിനെ കൊന്നോളാം കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ ആമിനേഷൻ. അവിടെ വെപ്പൺസൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കുറേ വെപ്പൺസൊക്കെ അങ്ങ് മേടിക്കാം. ഓക്കെ ഗൈസ്, ഞാനിവിടെ നമ്മുടെ വെപ്പൺസൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ കുറേ സംഭവങ്ങൾ മേടിച്ചു കേട്ടോ ഗൈസ്. AK-47 പിന്നെ RPG ഒക്കെ മേടിച്ചു. പിന്നെ സ്റ്റിക്കി ബോംബൊക്കെ ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് തന്നെ RPG എന്നാണ് എനിക്ക് തോന്നണേ. അതിനെ കാണാനില്ല കേട്ടോ ഗൈസ്. നമ്മൾ വെപ്പൺസ് മേടിച്ച് ചോദിക്കാൻ അവൻ കടന്നളഞ്ഞു. നമുക്ക് അവനെ പോയി കണ്ടുപിടിച്ചൊക്കെ ഒന്നളയാം. അയ്യോ, മരത്തെ കൊണ്ടിടിച്ചു. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ഈ വണ്ടിക്ക് പിന്നെ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമില്ല. ഇതുവരെ പാർട്സൊന്നും പോയിട്ടില്ല കേട്ടോ ഗൈസ്. അയ്യോ, പാർട്സ് പോയില്ല എന്ന് പറഞ്ഞുള്ളൂ, അപ്പോഴത്തേക്ക് എല്ലാം പോയി. നമുക്കിനി പോയിട്ട് ആ ഗോഡ്സിലേനെ പോയി കണ്ടുപിടിക്കണം. അയ്യോ ഗൈസ്, ഇദ്ദേഹത്ത് പുറകെയുണ്ട്. എനിക്കറിയാമായിരുന്നു അവൻ ഈ ജുറാസിക് പാർക്കിൻ്റെയും കൂടെ വല്ലതായിരിക്കും വന്നതെന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, ഈ മലയുടെ മുകളിലോട്ട് വണ്ടി കൊണ്ടുപോകാം. അയ്യോ ഗൈസ്, ചെറുതായിട്ട് പണി വളി. ഞാൻ അവിടെ തലയും കുത്തി വീണു വണ്ടിയിൽ നിന്ന് ഗൈസ്. ഗോഡ്സില അടുത്തെത്തി. നമുക്കതായാലും ഇതിനെ പെട്ടെന്ന് അങ്ങ് അടിച്ചിടാം. RPG എടുത്ത് ഫയർ ചെയ്യാം. ചാവങ്ങോട്ട്. ചത്ത്. ഓക്കെ ഗൈസ്, ഗോഡ്സിലേനെ നമ്മളങ്ങനെ കൊന്നുണ്ട്. ഇതിപ്പോൾ എന്നെ കൊന്നെ. അത് അത്ര അടുത്തെത്തിയിട്ട് എന്നെ ഒന്നും ചെയ്തില്ല. നമ്മുടെ വണ്ടിയാണെങ്കിൽ മലയുടെ ഒക്കെ പോയി ഗൈസ്. എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ മലയുടെ മുകളിൽ കയറിയിട്ട് ഗോഡ്സില പയ്യെ വരുമ്പോഴത്തേക്കും നമുക്ക് ഫയർ ചെയ്യാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചേ. പക്ഷേ വണ്ടി നമ്മളെ ഇട്ടിട്ട് വണ്ടി തന്നെ മലയുടെ ഒക്കെ തൂക്കി പോയി. നമുക്കേതായാലും ഇനി നമ്മുടെ വണ്ടി എടുത്തിട്ട് വീട്ടിലോട്ട് പോണ വഴിക്ക് നമുക്ക് പറ്റുമെങ്കിൽ സ്പീഡ് നോക്കട്ടെ ഗൈസ്. വണ്ടിയാണെങ്കിൽ മലയുടെ മുഖത്താണ് ഇരിക്കണേ. ഓക്കെ, ഞാൻ വണ്ടിയുടെ അടുത്തെത്തി. നമുക്കിനി വണ്ടി കയറാം. ഞാൻ വിചാരിച്ചു ഞാൻ ചത്തുന്ന്. പക്ഷെ ഭാഗ്യത്താണ് ഗോഡ്സില എന്നെ ചവിട്ടി കൂട്ടിയില്ല, അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ചത്തുപോയേനെ. എന്നാലേ ഗോഡ്സില എന്നായിരിക്കും ഗൈസ് നമ്മളൊന്നും ചെയ്യാത്ത. അത് ചിലപ്പോൾ എന്നെ കണ്ടു കാണില്ല എന്ന് തോന്നുന്നു, ഞാൻ താഴെ നിൽക്കണ കാരണം. ഞാൻ വിചാരിച്ചു അതിൻ്റെ കാലം കൊണ്ട് എന്നെ ചവിട്ടി കൂട്ടിയെന്ന്. പക്ഷെ ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. നമുക്കിനി ഏതായാലും വണ്ടി എടുത്ത് വീട്ടിലോട്ട് പോവാം. അയ്യോ
ചെറുതായിട്ട് പെട്രോൾ പമ്പിൽ കൊണ്ട് ഇടിച്ചു. ഭാഗ്യത്തിന് പമ്പ് കത്തിപ്പോയില്ല കേട്ടോ ഗൈസ്. ഗൈസ് നമുക്ക് വീട്ടിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ കാറൊന്ന് ശരിയാക്കണം. പുതിയ വണ്ടിയാണ്, ഇന്ന് മേടിച്ചുള്ളൂ. അപ്പോഴത്തേക്കും അതിൻ്റെ ഡോറൊക്കെ പോയി. ഇതാണ് നമ്മുടെ രായൻ്റെ വീട്. അവനവിടെ ഇല്ലയെന്ന് തോന്നിട്ടു ഗൈസ്. നമുക്കിനി ചെന്നിട്ട് വണ്ടിയൊക്കെ നന്നാക്കാം. ഒരു ഡോറും കൂടെ പോയിട്ടുണ്ട് ഇപ്പോൾ. അത് കുഴപ്പമില്ല ഗൈസ്, നമുക്ക് 2 ഡോറങ്ങ് പുതിയതൊക്കെയാണ്. അത് നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്കിനി വർക്ക്ഷോപ്പിലെ ചേട്ടനെ വിളിച്ചിട്ട് വണ്ടി നന്നാക്കി തരാൻ പറയാം. അവിടെ ഈ സൂപ്പർ കാറൊക്കെ നന്നാക്കുമെന്ന് അറിയില്ല കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടി ഇവിടെ നന്നാക്കി കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച ഇവിടെ നമ്മുടെ ഇന്ത്യയിലത്തെ വണ്ടികൾ മാത്രമേ നന്നാക്കുള്ളൂ, പക്ഷേ ഇവിടെ സൂപ്പർ കാർ നന്നാക്കി തരും കേട്ടോ ഗൈസ്. അതേതായാലും നന്നായി, അല്ലെങ്കിൽ ഞാൻ ഈ വണ്ടി കൊണ്ട് കളയേണ്ട വന്നേനെ. നമുക്കിനി വീട്ടിലോട്ട് പോവാം. ഈ കാണുന്നതാണ് എൻ്റെ വീട്. നമുക്കിനി ഈ കാർ കൊണ്ടുപോയി നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. ഇനി അടുത്ത കോഴ്സിൽ വന്നാൽ വണ്ടിയുടെ കാര്യത്തിൽ തീരുമാനമാവും. അപ്പോൾ ഗൈസ് ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ചാനൽ സബ് ചെയ്തൊരു ചാനൽ കൂടെ സബ് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ അങ്ങ് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.